സുനിൽ ചേരുന്നുണ്ട് എന്ന് കരുതുന്നു. സുനിൽ, എന്താണ് വിവരം? നമ്മളിപ്പോ എം കെ രാഘവൻ എം പിയുമായും അതുപോലെ തന്നെ എ.കെ.എം. അഷ്റഫ് മഞ്ചേശ്വരം എം എൽ എയുമായി സംസാരിച്ചിരുന്നു. ഈ നേതാക്കളടക്കമുള്ള ആളുകളോട്, ജനപ്രതിനിധികളടക്കമുള്ള ആളുകളോട്, ഉദ്യോഗസ്ഥരോട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് എല്ലാവരോടും അങ്കോളയിലെ സർക്കാർ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അത്ര വലിയ മഴയാണ്, അതിശക്തമായ കാറ്റും മഴയും. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും. അതുകൊണ്ട് അവിടേക്ക് എത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാണ്, അങ്കോള ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടെ അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് രേഷ്മ, അത് ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതായത് മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. അതായത് സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അങ്കോള സർക്കാർ ഗസ്റ്റ് ഹൗസിലാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിന്റെ പുരോഗതി വിലയിരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനുശേഷം ആ യോഗത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അരമണിക്കൂർ നേരം മുഖ്യമന്ത്രി ഇവിടെ സന്ദർശിച്ചു, ഇവിടെ ചെലവഴിച്ചു, നേരിട്ട് സ്ഥലം സന്ദർശിച്ചു. എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഋതുവിന്റെ പുരോഗതി എന്തൊക്കെയാണ്, അത് സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി. അതിനുശേഷമാണ് അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരോട് എല്ലാം അവിടേക്ക് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനപ്രതിനിധികളോടും അവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എം കെ രാഘവനും അതുപോലെ എ.കെ.എം. അഷ്റഫ് അടക്കമുള്ള ആളുകളും ആ യോഗത്തിൽ പങ്കെടുക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെയാവും യോഗം ചേരുക. എന്തായാലും ശക്ത മഴയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ അതിശക്തമായ മഴ ഇവിടെ തുടരുന്നു എന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ ഇതിന്റെ ഈ രക്ഷാപ്രവർത്തനത്തിന് പോലും വിഘാതമാവുന്ന തരത്തിൽ അത്രമേൽ ശക്തമായ, അത്രമേൽ കോരിച്ചൊരിയുന്ന മഴയും കാറ്റും ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമെന്ന് പോലും സംശയമുണ്ടാകുന്ന തരത്തിൽ അത്ര വലിയ മഴ, അത്ര വലിയ കാറ്റ്, അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രകൃതി അനുകൂലമല്ല, കാലാവസ്ഥ അനുകൂലമല്ല. എന്തായാലും അതിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തുടങ്ങിയ കാര്യങ്ങളാവും പ്രധാനമായും യോഗത്തിൽ ആലോചിക്കുക. അതിനുവേണ്ടിയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. രാവിലെ 8 മുതൽ തന്നെ ആരംഭിച്ച ഈ രക്ഷാപ്രവർത്തനം, അതായത് 6ാം ദിവസത്തെ രക്ഷാപ്രവർത്തനം, അതാണ് ഏറ്റവും ദ്രുതഗതിയിൽ നടന്നത്. ആ രക്ഷാപ്രവർത്തനം സംബന്ധിച്ച ഒരു വിലയിരുത്തലാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനുള്ളിൽ നടക്കുക. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്കോലയിൽ നിന്ന്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഗസ്റ്റ് ഹൗസിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അങ്കോല ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥരുടെയും ഒപ്പം മന്ത്രിമാരുടെയും ഒക്കെ ആ യോഗത്തിന്റെ ഭാഗമാകും. അങ്കോല ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. ഈ അപകട സ്ഥലത്ത് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ആദ്യം ശ്രമിച്ചെങ്കിലും കനത്ത മഴ വെല്ലുവിളിയാണ്. അവിടെ വെച്ച് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൂടെ ചൂടി നിന്നിട്ട് പോലും മാധ്യമപ്രവർത്തകരുടെ മൈക്കുകളൊക്കെ നനയുന്ന ഒരു സ്ഥിതി അവിടെയുണ്ട്. ആ നിലയിലാണ് അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഈ മഴ വിഘാതമാകുമോ എന്നുള്ള ഏറ്റവും വലിയ ആശങ്കയാണ് ഈ നിമിഷം ഉള്ളത്.